വേണ്ട അമ്മാവ, വേണ്ട. എന്റെ ജെസ്സിയാണ്. മരിച്ചുപോയി എന്റെ ജെസ്സി തിരിച്ചു വന്നതാണ്. ഐ ലവ് യു ജെസ്സി, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു ജെസ്സി. വേണ്ടിയിരുന്നില്ല. ആര് പറഞ്ഞു വേണ്ടിയിരുന്നില്ല എന്ന്? ജയശ്രീ, ഭദ്രേട്ടൻ എന്നെ ജെസിന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. നീ എന്താ വിളിച്ചേ? ഭദ്രേട്ടെന്നോ? ഇനി ഞാൻ നിങ്ങളെ ഗന്ധർവാന്നേ വിളിക്കൂ. എന്റെ കള്ള ഗന്ധർവൻ. സ്ത്രീയെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ. ആ നിങ്ങളാണ്. ഭദ്ര, ഭദ്ര, ഇവനിത് എവിടെ പോയി? നീ ഇപ്പൊ അമ്പലത്തിൽ പോയോ? ജയശ്രീ, മോളെ ജയശ്രീ, ഇവനിത് എവിടെ പോയി? ജയശ്രീ, ഭദ്രേട്ട, ഭദ്രേട്ടനില്ലാണ്ട് എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. ഞാൻ ജെസിയാണ്, ഭദ്രേട്ടന്റെ മാത്രം ജെസി. ഭദ്രേട്ട, ഐ ലവ് യു ജെസ്സി, ഐ ലവ് യു. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഐ ലവ് യു ഭദ്രേട്ട, ഐ ലവ് യു. ഭഗവതി, ചതിച്ചല്ലോ. നിന്നെ സ്നേഹിച്ചതുപോലെ ഒരുപക്ഷെ ഞാൻ എന്റെ മകനെ പോലും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. നീ ചതിച്ചതേ എന്നെയാ, നിന്നിലുള്ള എന്റെ വിശ്വാസത്തെ. നീ അമ്മാവനല്ലായിരുന്നോടാ. ഈ അസത്തിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടണം. ഇനി എന്റെ മോന് ഇവിടെ വേണ്ട. എങ്കിൽ എനിക്ക് ഇവളെ വേണം ചേച്ചി. ഇവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല.
ഇവളെ എന്റെ ജെസ്സിയാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ ജെസ്സി വിഷ്ണുവിലൂടെ ഭഗവാൻ എനിക്ക് തിരിച്ചു തന്നതാണ്. ഭദ്ര, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അതെ ചേച്ചി, ഇവളുടെ കാര്യത്തിൽ എനിക്ക് ഭ്രാന്ത. ചേച്ചി കേറ്, ഇല്ലത്തേക്ക് കേറ്. ഇവളെ പറഞ്ഞു വിടാതെ ഞാൻ ഇനി ഈ ഇല്ലത്ത് കാലു കുത്തില്ല. ചേച്ചി ഇല്ലത്തേക്ക് കേറ്. ഞങ്ങൾ എവിടെങ്കിലും പൊക്കോളാം. വേണ്ട, ഞാനാ പോകേണ്ട ഇവിടെ. ഞാനും എന്റെ മോനുമാ ഇവിടെ അധികം പറ്റും. വിഷ്ണുവിനെ വിളിച്ച് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ നിർമ്മലയുടെ വീട്ടിലേക്ക് പോവാ. അവിടെ നിന്ന് നാളെ തന്നെ ഞാൻ മുംബൈക്ക് പോകും. ചേച്ചി എവിടെ പോവാനാ? എന്റെ ചേച്ചിക്ക് എന്നെ വിട്ട് പോകാനാവില്ല. എന്റെ ചേച്ചി തിരിച്ചു വരും. ഞാൻ കാരണം നിങ്ങളുടെ കുടുംബം ഞാൻ തിരിച്ചു പൊയ്ക്കോട്ടെ നിലമ്പൂർക്ക്. അല്ലെങ്കിൽ ഞാനൊരു ദുർഭാഗ്യവതിയാ. ആഗ്രഹിച്ചൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നീ പൊക്കോ. എന്നെ കൊന്നിട്ട് എന്റെ ശവത്തിൽ ചവിട്ടിട്ട് പൊക്കോ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ ആവില്ല ജെസ്സി. I love you ജെസ്സി. പാപ്പിച്ചായ, അടുത്ത മാസം 18-ാം തീയതി എന്റെ കല്യാണാ. പാപ്പിച്ചായൻ വരൂ. ചെറുക്കൻ എവിടെ നാടി? ചെറുക്കൻ അമേരിക്കയിലെ എഞ്ചിനീയറാ. അയ്യോ, ഞാൻ അവധിക്ക് വരുമ്പോ പാപ്പിച്ചായനെ ഞാൻ വിളിക്കും. ദേ, പാപ്പിച്ചായൻ ഫോൺ നമ്പറൊന്നും മാറ്റരുത്. ശ്ശോ. എടി, ഇനി കല്യാണത്തിന് മുൻപും പിൻപും ആരുടെയും കൂടെ പോരുത്. പക്ഷേ ഞാൻ വിളിക്കുമ്പോ വന്നേക്കണം. പാപ്പിച്ചായ, പാപ്പിച്ചായൻ എന്നെ തല്ലില്ലേ? പാപ്പച്ചായ കൂപ്പിച്ചായ പോലെ അവളുടെ കല്യാണവും കളവാണും. പോയിക്കോടെ എന്റെ മുന്നിൽ നിന്ന്. കേട്ടോടി? എന്തോ അരുതാത്ത ആഹാരം കഴിച്ചിട്ടുണ്ടോ? ഏയ്, ഇതരുതാത്ത ആഹാരം കഴിച്ചൊന്നും അല്ല. ഭദ്രേട്ടനൊരു അച്ഛനാവാൻ പോവാ. സത്യം? സത്യം. ഇപ്പൊ ജെസിയും കുട്ടിയും തിരിച്ചു കിട്ടിയില്ലേ? ഇനി താമസിക്കാൻ പറ്റില്ല. രജിസ്റ്റർ മാരേജ് ഉടനെ നടത്തണം. സമൂഹത്തിനും നിയമത്തിനും മുമ്പിൽ എനിക്കും ഒരു ബലം വേണം. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നടത്തണം. ആ, തിരുവേനി ഒരു രജിസ്റ്റർ ഉണ്ട്, ഒന്ന് ഒപ്പിട്ടോളൂ. ശരിയെന്ന്. പ്രിയപ്പെട്ട അമ്മാവന് വധുവരന്മാർക്ക് എൻ്റെ അഭിനന്ദനം. ജയശ്രീക്ക് അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കൊടുക്കാൻ എനിക്കായില്ല. അമ്മാവനെ പിരിഞ്ഞതിലുള്ള ദുഃഖം മാത്രമേ അമ്മയ്ക്കുള്ളൂ. അമ്മ എൻ്റെ അടുത്തുണ്ട്. അമ്മാവിൻ്റെ എല്ലാ തെറ്റുകളും അമ്മ ക്ഷമിച്ചു കഴിഞ്ഞു. അമ്മാവിൻ്റെ സന്തോഷമാണ് എൻ്റെയും അമ്മയുടെയും സന്തോഷം. അടുത്ത അവധിക്ക് ഞാനും അമ്മയും ഇല്ലത്തേക്ക് വരും. ഫോൺ വിളിച്ചാൽ എടുത്തില്ലെങ്കിലോ എന്ന് കരുതിയാണ് കത്തയക്കുന്നത് എന്ന് സ്വന്തം അനന്തരവൻ വിഷ്ണു. എങ്ങനെയുണ്ട് ചേച്ചി ഞാൻ പറഞ്ഞത്? എന്റെ ചേച്ചി തിരിച്ചു വരും ഞാൻ പറഞ്ഞില്ലേ?